കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ. ഹലോ. സോറി ലേറ്റ് ആയിന്. ട്രാഫിക്. ചരിഞ്ഞായിരിക്കുന്നത്. അതല്ല, പൊട്ട് പൊട്ട് പൊട്ട്. ശരിയായിട്ടില്ല. അല്പം കൂടെ റൈറ്റിലോട്ട്. നോ നോ, കൂടിപ്പോയി. അല്പം ലെഫ്റ്റ്. നോ, ഓക്കേ. അത് കൂടിപ്പോയി. നാശം. ഈ പൊട്ടലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. സാർ ബോട്ടിൽ വാട്ടർ ഓർ ഹോട്ട്? ചൂടുവെള്ളം മതി. ബോട്ടിൽ പ്ലീസ്. ശരി സാർ. അപ്പൊ വന്ന കാര്യം യെസ്, നമ്മുടെ രണ്ടുപേരുടെയും സഹോദരങ്ങളുടെ ഇഷ്ടങ്ങൾ. വീട്ടിൽ നിന്ന് അമ്മയാ, എടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെ വിളിച്ചോണ്ടിരിക്കും. എന്താ അമ്മേ? അമ്മ അത് അമ്മ, ഞാൻ ഇവിടെയാ. പിന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കാര്യം മറക്കണ്ട. അങ്ങേരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നത്തെ കാര്യം ഞാനേറ്റു. ഈ ഒരു ബന്ധം ഒത്തു കിട്ടിയാ പിന്നെ അത് മതി എന്റെ സുമി. നമ്മുടെ എല്ലാവരും ലൈഫ് അങ്ങ് ചേഞ്ച് ആവും. അങ്ങേരെ ആളത്ര ശരിയല്ലെങ്കിലും കോടീശ്വരനല്ലേടി. അമ്മ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പിന്നെ വിളിക്കാം. ശരി. നീയും ശ്രീനീഷിന്റെ പെങ്ങളും എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് വളരെ മോശപ്പെട്ട രീതിയിലേ അവസാനിച്ചിട്ടുള്ളൂ. ആ പേടി മനസ്സിലുള്ളോണ്ടാണ്. എന്ത് സംഭവിച്ചാലും നിന്റെ മുഖത്ത് നീ പുഞ്ചിരി മായില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് വേണം നീ ഇന്ന് അവളുടെ മുന്നിൽ പോയിരിക്കാൻ. അമ്മയൊരു പ്രത്യേക ടൈപ്പാ, പക്ഷെ ആള് പാവാ. നമുക്കിടയിൽ ഇതുവരെ ഉണ്ടായതൊന്നും ഇനിയും മനസ്സിൽ വെച്ച്. ഇറ്റ്സ് ഓക്കേ, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അന്നത്തെ അമ്മയുടെ മോശപ്പെട്ട പെരുമാറ്റത്തിന് ഞാൻ മാപ്പ് പറയുന്നു. ഐ എം റിയലി സോറി ഫോർ എവറിത്തിങ്. അങ്ങനെ നോക്കിയാൽ ഞാനും ക്ഷമ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇയാളെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റി ബുദ്ധിമുട്ടിച്ചതിന് ഐ എം ഓൾസോ സോറി. അന്ന് ഞങ്ങൾ കാരണം നിങ്ങളുടെ അച്ഛന്റെ ശ്രാദ്ധം മുടങ്ങിയതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. ലീവ് ഇറ്റ്, അതെല്ലാം കഴിഞ്ഞല്ലോ. അല്ല, അത് മാത്രമല്ല, സോറി പറയാനുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിലെ ലിഫ്റ്റ് കേടായിട്ട് നമ്മൾ പടി കയറിപ്പോയ ദിവസം നിർമ്മലാൻറ്റിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ ദിനോസർ എന്ന് വിളിച്ചില്ലേ? അതിന് സോറി, റിയലി സോറി. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കേ. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. പിന്നെ ഈ തടിയും കൊണ്ട് ആ ലിഫ്റ്റിലോട്ട് കയറി ആ ലിഫ്റ്റ് എല്ലാം കൂടെ പൊട്ടി താഴെ വീഴുമെന്നും പറഞ്ഞു. ഐ എം റിയലി സോറി, റിയലി സോറി. എന്തിനാണോ ഇങ്ങനെ വടി വിഴുകിയ പോലെ നിൽക്കുന്നേ? പൊക്കൂടെ? അല്ല സാർ, കഴിക്കാൻ എന്തെങ്കിലും? കഴിക്കണില്ല, തീർന്നില്ലേ? എന്ന് പോയേക്കാം. ഡിനോസർ ആവും. ഇനി ഇതിന്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നശിച്ച മഴയും കൂടി വന്നാൽ തികഞ്ഞു. അയ്യോ, നശിച്ച മഴയോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മഴ ഇഷ്ടം. ഞാൻ കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളാ. മഴ വന്നാൽ പിന്നെ റോഡ് മുഴുവൻ വെള്ളക്കെട്ടായി, ട്രാഫിക് ബ്ലോക്കായി, ഒരു വഴി കൂടെയും എങ്ങോട്ടും പോകാൻ പറ്റില്ല. എയർപോർട്ടിലേക്ക് പോലും സമയത്തെത്താൻ പറ്റില്ല. മഴയില്ലെങ്കിൽ കേരളം ഉണ്ടോ? മനുഷ്യന് ജീവിക്കാനായിട്ട് വെള്ളം വേണ്ടേ? മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ.
ഈ മഴയും കൂടെ പെയ്യാതിരുന്ന ഈ ചൂട് നമ്മൾ എങ്ങനെ സഹിക്കും? സാധാരണക്കാർക്ക് നിങ്ങളെ പോലെ ഏതു നേരവും എ സിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ല, മഴ വന്ന് ഭൂമി നനഞ്ഞാലല്ലേ ഈ വെള്ളം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ മിനറൽ വാട്ടർ കിട്ടണമെന്നുണ്ടെങ്കിലും ഭൂമിയിൽ വെള്ളം വേണ്ടേ? ഇതിന്റെ അടുത്ത് നെടുകയും കുറുകയും പോകാൻ പറ്റില്ലല്ലോ. വീട്ടുകാരെങ്ങനെ സഹിക്കുന്നു? എന്താ പറഞ്ഞേ? അല്ല, നമ്മള് മഴയെ കുറിച്ച് തീസിസ് എഴുതാനൊന്നും അല്ലല്ലോ ഇവിടെ വന്നത് എന്ന് പറയായിരുന്നു. എന്റെ അനിയത്തിക്ക് ശ്രീനിഷിനെ ഇഷ്ടമായ സ്ഥിതിക്ക് അവൾക്ക് വേണ്ടി ഞങ്ങൾ... അതെ, ശ്രീനിഷും അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് നേരാ. പിന്നെ നിങ്ങൾ ഇത്രയും താല്പര്യം കാണിച്ചതുകൊണ്ടാ ഞങ്ങളിത് ഫോർവേഡ് ചെയ്യാന്ന് തീരുമാനിച്ചത്. ആ, അറിയാം, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോ രണ്ട് കുടുംബങ്ങളും തമ്മിൽ കാണാനും പരിചയപ്പെടാനും കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ഒരവസരമാണ് ഇനി വേണ്ടത്. എല്ലാവരെയും കൂട്ടി ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്യാം. ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഞാനത് അറേഞ്ച് ചെയ്തോളാം. അതിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതൊക്കെ എന്റെ മാനേജർ നോക്കിക്കോളൂ. ഗിരി ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കാര്യം മറക്കണ്ട. അങ്ങേരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. അതല്ല, ഈ ഗെറ്റ് ടുഗദർ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മതിയെന്ന അമ്മയുടെയും ശ്രീകുട്ടന്റെ ഒക്കെ അഭിപ്രായം. നിങ്ങളുടെ വീട്ടിൽ വെച്ചോ? എന്തേ? അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രാൻഡായി മറ്റെവിടെയെങ്കിലും വെച്ച്. നിങ്ങളുടെ അനിയത്തി കല്യാണത്തിന് ശേഷം താമസിക്കേണ്ടത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അല്ലേ? അല്ലാതെ കുറച്ചുകൂടെ ഗ്രാൻഡായി ഏതെങ്കിലും ഹോട്ടലിലൊന്നും ചെന്ന് താമസിക്കാൻ പറ്റില്ലല്ലോ. അധികം വൈകാതെ ഒരു ദിവസവും സമയവും തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ ഒട്ടും വൈകണ്ടല്ലോ, നാളെ തന്നെ ആവാം. എന്താ? ആയിക്കോട്ടെ, വിരോധമില്ല. സമയം കൂടി പറഞ്ഞോളൂ. നാളെ ഉച്ചയ്ക്കൊരു 12 മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈ 12 മണിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. 12 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷമോ ആയാൽ വളരെ സൗകര്യമായിരുന്നു. എന്താ പ്രശ്നം? 12 മണിക്ക് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെത്തണം. 2-3 മണിക്കൂർ എന്നും ഡ്യൂട്ടി അവിടെ, എന്നും. തിരിച്ചെത്തുമ്പോ മണി 3 മണിയാവേ. അതാ. ഒരു ദിവസം ഹാജരാവാതിരുന്നാലേ നിങ്ങളുടെ പോലീസ് ഞങ്ങളെ വെച്ചേക്കോ? ഓ, വെരി സോറി. ഇനി പോകേണ്ടി വരില്ല. ഐ വിൽ സീ ടു ഇറ്റ്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ. ഏയ് സുമിത, ഒരു മിനിറ്റ്. എന്താ? ഓ, നേരല്ലേ? മണിക്കൂർ കൊറേ ആയല്ലോ സുമി അയാളെ കാണാൻ പോയിട്ട്. കണ്ടോ അതോ ഇനി കണ്ടില്ലേ? അതോ അവളുടെ സ്വഭാവം വെച്ച് 1ഉം 2ഉം പറഞ്ഞ് തമ്മിത്തലായോ എന്തോ? ഓ, നിങ്ങക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഏത് നേരം പത്രം നിവർത്തി പിടിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. ബാക്കിയുള്ളവന് ഇവിടെ സമാധാനവും ഇല്ല. എത്ര നേരായിട്ട് വിളിക്കാം. അവൾക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ? മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാൻ വേണ്ടി. അമ്മേ, ദേ ചേച്ചി വരുന്നു. വരുന്നുണ്ടോ? എന്താ സുമി? എന്താ മോളെ? അമ്മയെല്ലാം ഓക്കെ ആയി. അവരെ കണ്ടിട്ട് അവരെല്ലാരും കൂടെ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരിങ്ങോട്ടേ വരുന്നുണ്ടെന്ന്. നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോ. ഇങ്ങോട്ടേക്ക് വരാണോ? ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, അവള് പറഞ്ഞത് കേട്ടോ? നാളെ സാനിയമ്മളുടെ വീട്ടുകാരെല്ലാം ഇങ്ങോട്ട് വരാൻ പോകുന്നു 12 മണിക്ക്. നമുക്ക് ഇനി നിന്ന് തിരിയാൻ നേരമില്ല. ഇത്രയും വലിയ ആൾക്കാരാ വരുന്നത്. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കണ്ടേ? നന്ദു മോളെ, ആരാണ് നിന്റെ നാത്തൂനായിട്ട് വരാൻ പോണെന്ന് വല്ല ബോധമുണ്ടോ? കേട്ടില്ലേ? ഫേമസ് ഫാഷൻ ഡിസൈനർ സാനിയ നമ്പ്യാർ. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റണം, ഇപ്പൊ മാറ്റണം. ഇതെല്ലാം എടുത്തോണ്ട് പോ, അവിടെ കൊണ്ടുവെക്കി. ചെല്ല്, ഇവിടെ നല്ല നിക്കാൻ പറ. മോളെ സുമി, ഈ കുഷന്റെ കവേഴ്സ് എല്ലാം മാറ്റണം. പിന്നെ കർട്ടൻസ് എല്ലാം മാച്ചിങ് ആയിട്ട് മേടിക്കണം.
ഇതെല്ലാം മാറ്റണം. ഓ, ഛോ, എല്ലാം നശിപ്പിച്ചിട്ട് വൃത്തിയിടാക്കിയിട്ടിരിക്കുക. ഇതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് ക്ലീൻ ആക്കണം. നാളെ ഇതെല്ലാം ഫ്രഷ്. കർട്ടൻസ് ഒക്കെ കണ്ടിന്യൂ. മോളെ തല നല്ലോണം തോർത്തിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. തണുപ്പടിച്ച് പനി പിടിപ്പിക്കണ്ട. ഇത്തിരി രാസ്നാദി പൊടിയും തിരുമിക്കോ. അച്ഛനപ്പോഴേക്കും മോൾക്കൊരു ചൂട് ചായ ഇട്ട് കൊണ്ടുവരാം. മോനെ, അങ്ങനെ അതും ശുഭമായി. നീ ചായ കുടിക്ക്. നാളെ നമ്മൾ എത്ര മണിക്ക് അവിടെ ചെല്ലാന്നാ പറഞ്ഞത്? ഒരു 12 മണിക്ക് പോവാമേ. അമ്മേ, ആ, നല്ല നേരത്താ നീ വന്നത്. ഗിരി ഇപ്പൊ ശ്രീനിഷിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് വന്നതേ ഉള്ളൂ. ആണോ ഏട്ടാ? ചായ എടുത്തേ. അമ്മയ്ക്കിപ്പോ സമാധാനമായി കാണുമല്ലോ. ഇനിയിപ്പോ നാളെ അമ്മയും കൂടെ ചെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ പോരെ? അമ്മയും കൂടി പോയിട്ടോ? അപ്പൊ നീ വരുന്നില്ലേ? ശ്രീനിഷിന്റെ വീട്ടിൽ പോകുമ്പോ നീയും കൂടി ഉണ്ടാവണം. ഞാനോ? എന്തിനാമ്മേ? ആഹാ, എന്തിനെന്നോ? എന്തൊരു ചോദ്യം ഇത്? നിന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിക്കാനല്ലേ പോകുന്നത്? ആരുണ്ടെന്ന് പറഞ്ഞാലും കല്യാണ പെണ്ണിന്റെ സ്വന്തം ആങ്ങളില്ലാതെയാണോ ചെറുക്കൻ വീട്ടുകാരോട് കല്യാണം ആലോചിക്കാൻ പോകുന്നത്? അമ്മേ, നാളെ എനിക്കൊരു ഗോൾഫ് ടൂർണമെന്റ് ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റില്ല. ടൂർണമെന്റ് ആണോ അതോ സ്വന്തം അനിയത്തിയുടെ കല്യാണമാണോ നിനക്ക് വലുത്? അമ്മേ, ആക്ച്വലി ഇതൊരു ബിസിനസ് ഡീൽ നടത്തുന്ന പോലെയല്ലേ ഉള്ളൂ. നമ്മുടെ സനുവിന്റെ ലൈഫ് സെക്യൂർ ആക്കാൻ ആ പയ്യന് എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഗിരിയേട്ടന് നന്നായിട്ട് അറിയാം. കാശോ പ്രോപ്പർട്ടിയോ എന്താണെങ്കിലും ഏട്ടൻ പറഞ്ഞങ്ങ് ഉറപ്പിച്ചോളൂ, അല്ലേ ഏട്ടാ? അതെ, അക്കാര്യത്തിലൊക്കെ എന്നെക്കാളും മിടുക്കന ഏട്ടൻ. ആഫ്റ്റർ ഓൾ ഏട്ടനല്ലേ വലിയ ബിസിനസ് ടൈക്കോ. നീ എന്താ ഇങ്ങനെ നിന്ന് ആലോചിച്ചു കൂട്ടുന്നത്? നത്തിങ് ചേച്ചി, ഒന്നുമില്ല. ഞാൻ വെറുതെ. ഞാൻ വിശ്വസിച്ചു. എടാ, നിന്റെ ലൈഫിലൊരു നല്ല കാര്യം നടക്കാൻ പോവാ. അതോർത്ത് സന്തോഷിക്കാതെ നീ എന്താ ഇങ്ങനെ? ആ കുട്ടിക്ക് നീ എന്ന് പറഞ്ഞ ജീവന. ഇട്ടുമൂടാൻ സ്വത്തുള്ള ഒരു കുടുംബത്ത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാവുക, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടാവുക, നമ്മളുടേതുപോലൊരു ഫാമിലിയിലേക്ക് അവക്ക് വരാൻ തോന്നുക, അതൊക്കെ വലിയൊരു ഭാഗ്യല്ലേ ശ്രീകുട്ട? എനിക്ക് മാത്രം മതിയോ ചേച്ചി ഈ ഭാഗ്യം? ഇങ്ങനെ എടിപിടിയുന്ന എന്റെ കല്യാണം നടന്ന ഒന്നും സംഭവിക്കാനില്ല. നീ ആവശ്യമില്ലാത്ത ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അത് മാത്രമല്ല ചേച്ചി, ജോലി കിട്ടിയൊന്ന് സെറ്റിൽ ആവാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഞാൻ. നിങ്ങൾക്കൊക്കെ വേണ്ടി ഒന്നും ചെയ്യാതെ. എന്റെ പൊന്നു ശ്രീ, ആദ്യം അവൻ അവന്റെ കാര്യം നോക്ക്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരുടെ നന്മയൊക്കെ അന്വേഷിക്കുന്നത്. ഇത് ഈ കുടുംബത്തിൽ വേറെ ആര് പറഞ്ഞാലും എനിക്ക് മനസ്സിലായാനെ. പക്ഷേ ചേച്ചി മാത്രം അത് പറയരുത്. നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ കിട്ടിയ ഓരോ ചാൻസും ഞങ്ങൾക്ക് വേണ്ടി തൊലച്ച് ഒന്നും ആകാത്ത ആളാ സുമിത ചേച്ചി. ആ ചേച്ചിയാണോ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി എന്നെ ഉപദേശിക്കുന്നത്? ഓരോരുത്തർക്കും ദൈവം ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ട് ശ്രീകുട്ട. അതിലേ നടക്കുള്ളൂ. ദേ നോക്ക്, നിന്റെ ലൈഫിൽ സാനിയയുടെ കണ്ണീര് വീഴ്ത്തരുത്.
സ്നേഹിക്കുന്നവരെ നോവിക്കുന്ന പോലൊരു പാപം വേറെ ഇല്ല മോനെ. അതാരും ആരോടും ചെയ്യരുത്. നിന്നോട് വർത്താനം പറഞ്ഞു നിന്നാലേ എന്റെ പണിയൊന്നും തീരില്ല. ഒരുപാട് ഡ്രസ് ഉണ്ട് അയൺ ചെയ്യാനായിട്ട്. SS ഗ്രൂപ്പ് കേട്ടിട്ടില്ലേ? ആ, കോടീശ്വരന്മാരാ. അവിടുത്തെ ഇളയ മോളാണ്. ഇങ്ങോട്ട് വന്ന പ്രപ്പോസൽ ആണേ. ആ മോൾക്കാണെങ്കിൽ ശ്രീകുട്ടൻ എന്ന് വെച്ച ജീവനാണ്. അവന്റെ പിന്നാലെ നടന്ന് അവനെയും കൊണ്ട് ഒന്ന് പെട്ടെന്ന്. ആ എടാ, ഇതൊന്നും ഇട്ട് കഴിഞ്ഞില്ലേ നീ? അതെ അതെ, കല്യാണക്കാരി. എടാ, നിനക്ക് ഇടാനുള്ള ഷർട്ട് എടുത്ത് വെക്കണം. ശ്രീനി, പെട്ടെന്ന് വാടാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. നീ ഒന്ന് വന്നേ. എടങ്ങി വന്നേ. ഈ ഷർട്ട് എങ്ങനെയുണ്ട് നന്ദു? എങ്ങനെയുണ്ട് നോക്ക്. നൈസ് അല്ലേ? ശോകം. ബ്ലൂ എങ്ങനെയുണ്ട്? ഡബിൾ ശോകം. ഇതോ? നിക്ക് നിക്ക് നിക്ക്, ഇത് രൗദ്രം, ഡബിൾ രൗദ്രം. ഇത് മതി കേട്ടാ. ഒന്ന് പോടി ചേച്ചി, അത് വേണ്ട. അവന് ഇഷ്ടമുള്ളതല്ലേ ഇടേണ്ടത്. ഓക്കേ, ശരി ശരി. ഭഗവാനേ, എല്ലാം നല്ലപോലെ നടത്തി തരണേ. സുമി, മോളെ സുമി. ആ, ഈ ചന്ദ്രേട്ട പോയിട്ട് എവിടെയാ? ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ അതൊക്കെ അറിയാം അമ്മേ, ചെയ്തോളൂ. അമ്മ ആദ്യം ആ മുഖത്തുള്ളതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞൊന്ന് പോയി റെഡിയാവാൻ നോക്ക്. ഓക്കെ 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 ഓക്കെ. നീ വാ, എത്ര നേരം ഇത്. വേഗം വന്ന് റെഡിയാവും. ഇതൊക്കെ പറക്കെടുക്ക. വാ, അവരിപ്പോ ഇവിടെ എത്തും. ഇതിലേതാ ഞാനിടണ്ടേ? ഇത് ഇത് മതി. ദിസ് ലുക്സ് എലഗന്റ്. ഓക്കെ. അല്ല, നീ ഇതെങ്ങോട്ടാ? അങ്ങോട്ട് തന്നെ, ശ്രീയുടെ വീട്ടിലേക്ക്. അല്ല, കെട്ടാൻ പോണ പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്കോ? കൊള്ളാലോ ഏർപ്പാട്. അതിനെന്താ? അമ്മ ഇത് കണ്ടോ? ദേ, അവളും വരാൻ ഒരുങ്ങുക ശ്രീയുടെ വീട്ടിലേക്ക്. ഞാനും വരുന്നതിനെന്താ? എന്താന്ന് ചോദിക്കണ്ട, വരാൻ പാടില്ല. അതങ്ങനെയാ അല്ലേ ഗിരി? എന്തൊരു ലോജിക് ഇല്ലാത്ത കാര്യം നിങ്ങൾ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെയല്ലേ കഴിയേണ്ടത്. പിന്നെന്താ ഇപ്പൊ വന്നാല്? എന്നെ കൂട്ടാതെ നിങ്ങൾ ഇവിടുന്ന് പോകരുത്. പോയാ തിരിച്ചു വരുമ്പോ നിങ്ങൾ എന്നെ കാണില്ല. All of you will regret. സനു, വെറുതെ ടെൻഷൻ ആവണ്ട. അവളും കൂടെ വന്നോട്ടേന്നേ, സാരമില്ല. അല്ല മോനെ, നാട്ടു നടപ്പ് നോക്കണ്ടേ? ഇവളും ശ്രീനിഷും ഇഷ്ടത്തിലായത് നാട്ടു നടപ്പ് നോക്കിയിട്ടാണോ അമ്മേ? വേഗം ഇറങ്ങാൻ നോക്ക്. 12-ന് തന്നെ അവിടെ എത്തണം. നന്ദു, ശ്രീകുട്ടാ, ആരെങ്കിലും ഒന്ന് പോയി നോക്കോ? ഞാൻ ഇവിടുന്ന് മാറി ഇത് കരിഞ്ഞു പോവും. അച്ഛനായിരിക്കും. പറഞ്ഞതൊക്കെ വായിച്ചാവോ? നീ പോയി നോക്ക്. പറഞ്ഞതും പറയാത്തതും ഒക്കെ ഉണ്ട്. ഉഴുന്നുവട, ബോണ്ട, ബജ്ജി. ഈ മനുഷ്യൻ തട്ടുകടയും കൊണ്ട് വന്നിരിക്കണോ? വല്ല മീറ്ററുള്ളോ പീസേ? ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ കണ്ടില്ലേ? അവരൊക്കെ വലിയ വലിയ ആളാണെന്ന് അറിഞ്ഞൂടെ? പഴംപൊരിയോ? ബഹളം ഉണ്ടാക്കാതെ, നോൺ വെജ് ഉണ്ട്. നോക്കുമോനെ. അമ്മേ, ഫോൺ. കുസുമം, ഹലോ കുസുമം.
ഞാൻ പറയാനിരിക്കായിരുന്നു, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ മൊത്തത്തിൽ ഒരു അഭിമാനല്ലേ. ഈ ഗിരിധർ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയിലെ തന്നെ വൻ ബിസിനസ് പാർട്ടിയാ. ഞാൻ വലിയ വലുപ്പം പറയണതൊന്നല്ല കേട്ടോ. ഓ തള്ളിയത് മതി, ഫോൺ വെക്കമ്മേ. അവരെത്തിയിട്ടുണ്ട്. കാർ ഗേറ്റ് കിടക്കുന്ന ഞാൻ ബാൽക്കണിന്ന് കണ്ടു. സുമി, വിളക്കും ആരതി എടുത്തോ, അവരെത്തി. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അതിന് നീ അവൾക്ക് സമയം കൊടുത്തിട്ടുണ്ടോ? സകല പണി അവൾക്കല്ലേ. ഇനിയിപ്പോ ഇതൊക്കെ മതി. വേഗം ആർത്തി ഒഴിയാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് താഴോട്ട് വരാൻ നോക്ക്. അവരെത്തി. അമ്മേ, തിരിവിളിച്ചു ആരതി ഒന്നും വേണ്ട. വേണം വേണം വേണം. വലിയ വലിയ ആൾക്കാരുടെ അതൊക്കെ ഉള്ളതാ. നമ്മളാ ലെവൽ കീപ്പ് ചെയ്തില്ലെങ്കിലേ ഭയങ്കര മോശ. നിനക്കൊക്കെ എന്തറിയാ? ഞാനീ തുടങ്ങല്ലേ. നീ മിസ്റ്റർ വാൻഡർ ആയിരുന്ന കഥ പിന്നെ കേൾക്കാം. തൽക്കാലം ചെല്ല്, അവര് താഴെ വന്നു കാണും. എല്ലാവരും വാ. സുമി, ആരതി കൊണ്ട് വേഗം വാ. ചേച്ചി ഒന്ന് വേഗം വാ. ഇങ്ങനെ വാ മനുഷ്യ.